കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവരെ കണ്ടിട്ടില്ല. അവള് വീട്ടിലുള്ളവരെല്ലാം കൈക്കുള്ളിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. നിന്റെ അഭിച്ചെറിയച്ഛനെ അവള് കൈക്കുള്ളിലാക്കി. നിന്റെ അമ്മയും അച്ഛനെയും പേടിപ്പിച്ച് അവരെ അവളുടെ കൈക്കുള്ളിലാക്കി. നിന്റെ അഖിൽ ചെറിയച്ഛൻ പോലും അവള് പറയുന്നതേ കേൾക്കൂ. നിന്റെ മുത്തശ്ശൻ വീട്ടിലുണ്ടാവില്ല. മുത്തശ്ശി പറയുന്നതാണെങ്കിൽ ആരും കേൾക്കത്തുമില്ല. സത്യം പറഞ്ഞാ ആ വസു ഈ വീട്ടിലൊരു ലേഡി ഹിറ്റ്ലറാ. പക്ഷെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കാവ്യ, നിനക്ക് ഞങ്ങളുണ്ടല്ലോ. ഇനി അവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞാ നേരെ പോയി മുത്തശ്ശിയോട് പറയണം, അല്ലെങ്കിൽ ഞങ്ങളോട് പറ. അതല്ലാതെ സൈലന്റ് ആയിട്ട് ഇരിക്കരുത്, മനസ്സിലായോ? ശരി അമ്മമ്മേ. അയ്യോ, അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ ഒരു മെമ്പറും കൂടി ആയി. കാവ്യയോട് കുറച്ച് ഓവറായോന്നൊരു സംശയം. ഇല്ല, ഞാനങ്ങനെ ഓവറാക്കിയിട്ടില്ല. അവള് നിന്റെ അമ്മായിയുടെ സൈഡാ. വസുവിനും അവക്ക് ഇടയിൽ ഒരു പകയുണ്ടാക്കിന്ന് വെച്ചോ, അപ്പൊ നിന്റെ അമ്മായി വസുവിനായിരിക്കും വഴക്ക് പറയുന്നത്. അതിന് ഇവളെങ്ങനെ സ്ക്രൂ കയറ്റണം. ആന്റിക്ക് നല്ല ദീർഘവീക്ഷണം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടല്ലേടി അനുവിനെ ഞാൻ നമ്മുടെ ലൈനിലേക്ക് കൊണ്ടുവന്നേ. ആ അനുമോളും നമ്മുടെ പാർട്ടി തന്നെ. കൊറിയർ ബോയ് വന്ന് ഡെലിവറി തന്നു. അത് കണ്ട് ചെറിയമ്മ വേറെന്തോ തെറ്റിദ്ധരിച്ച് എന്നെ വഴക്കും പറഞ്ഞു, ഗിഫ്റ്റും പൊട്ടിച്ചു കളഞ്ഞു. കാവ്യ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളെ വഴക്ക് പറഞ്ഞത്? അവൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളോട് പറയണം. നിന്നോടാരാ വഴക്ക് പറയാൻ പറഞ്ഞേ? എന്തിനാ കൈ ഓങ്ങിയത്? ഏട്ടൻ എന്നെ പറ്റി ആലോചിക്കുന്നെന്ന് തോന്നുന്നു. ആ കാര്യം എന്നോട് ചോദിക്കുമോന്നറിയില്ല. എങ്ങനെയെങ്കിലും വിഷയം മാറ്റണം. അതെ ഏട്ടാ, എന്താ ഏട്ടനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഓ, ഇവന്റിനെ പറ്റിയാണോ? സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ വെള്ളം എടുത്തിട്ട് വന്നതാ. അല്ലെങ്കിൽ ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം ഏട്ടന്. ഇപ്പൊ വേണ്ട. കോഫി കുടിച്ചാ ഒരുപാട് നല്ല തോട്ട്സ് ഒക്കെ വരും ഏട്ടാ. ഇവന്റും സക്സസ്ഫുൾ ആകും. ഞാനിപ്പോ ആലോചിക്കുന്നത് ഈവന്റിനെ കുറിച്ചല്ല, തന്നെ പറ്റിയാ. എന്നെ പറ്റി ആലോചിക്കാന് മാത്രം ഇപ്പൊ എന്താ ഉള്ളത്? എന്താ വസു ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഏട്ടാ. താനും കാവ്യായിട്ട് എന്താ പ്രശ്നം? നല്ല ചോദ്യം. ഞാനും കാവ്യായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാകാനാ? എന്താ സത്യം എന്ന് പറയും. സത്യം എന്താന്ന് ചോദിച്ചാ കാവ്യയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയേണ്ടി വരും. പിന്നെ കാവ്യക്ക് വഴക്ക് കിട്ടും. അത് പിന്നൊരു വലിയ പ്രശ്നമാവും. ഞാൻ എപ്പോഴെങ്കിലും ഏട്ടനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? താൻ എന്നോട് കള്ളവും പറയും, സത്യം മറക്കുകയും ചെയ്യും. എല്ലാ തവണയും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. ഞാനും അറിയാത്ത തെറ്റ് ചെയ്തു പോയത്. അതുകൊണ്ടാ അമ്മ എന്നോട് അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞത്. അത് അപ്പോഴേ കഴിഞ്ഞ കാര്യമല്ലേ. ഏട്ടൻ എന്തിനാ അതേപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നേ? താൻ തെറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാനൊരു മനുഷ്യശ്രീ ഏട്ടാ. എല്ലാവരെയും പോലെ എനിക്കും തെറ്റ് സംഭവിക്കാറുണ്ട്. ഞാൻ മാനത്തൊന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. അറിഞ്ഞുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്യില്ല. അയ്യോ, ആ ടോപ്പിക് ഒന്ന് വിടാമോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. വേണമെങ്കിൽ കൈ വെച്ച് നോക്കിക്കോ. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് നല്ല ചൂടില്ലേ? നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ചൂട് മാറിയെന്ന് തോന്നുന്നു. ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടാൻ നോക്കിയാണല്ലേ? എനിക്ക് എവിടെയാ ബുദ്ധിയൊക്കെ ഉള്ളത്? വേണമെങ്കിൽ ഏട്ടൻ എന്നോടൊരു കടങ്കഥ ചോദിക്കും. അതുപോലും എനിക്കറിയില്ല. ആയിരുന്നാലും എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഞാനിപ്പോ വലിയ കളക്ടർ ആവില്ലായിരുന്നോ? എന്നെ സംബന്ധിച്ച്
എനിക്കൊരു ബസ് കണ്ടക്ടർ ജോലി പോലും കിട്ടാൻ പോകുന്നില്ല. ഏട്ടൻ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ചിരിച്ചോണ്ടിരിക്കുവല്ലേ, ഏട്ടനൊന്ന് ചിരിച്ചാലെന്താ? താൻ മനസ്സുകൊണ്ട് ചിരിക്കുന്നത് തന്നെയാണോ? അത് കൊള്ളാലോ. ശരിക്കുള്ള ചിരിയും തെറ്റായിട്ടുള്ള ചിരിയും അങ്ങനെ 2 ചിരികളുണ്ടോ? ആ ശരി പോട്ടെ, എനിക്ക് ഏട്ടനോട് തർക്കിക്കാൻ വയ്യ. അകത്ത് എനിക്ക് ഒരുപാട് ജോലി കിടപ്പുണ്ട്. ഏട്ടന് ഇവന്റെ ജോലികളില്ലേ, അത് ചെയ്തോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തിനാ ഏട്ടൻ അറിയുന്നേ? സംതിങ് ഈസ് റോങ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് വസുന്ധര മറയ്ക്കാണോ? എന്തായാലും വസുവിനോടത് പറയില്ല, കാവ്യയോട് തന്നെ ചോദിക്കാം. ജയന്തി, എന്താ വല്ലാതിരിക്കുന്നേ? നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൾ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എന്താ പറയേണ്ടത്? വസുവിനെ കുറിച്ചാണോ പറയുന്നേ? അല്ല, സീതയെ സാവിത്രിയും പാഞ്ചാലിയെ പറ്റിയാ പറയുന്നേ. എന്തിനാ ഇത്രയും ദേഷ്യം? പിന്നെ എന്ത് ചെയ്യാനാ പറയുന്നേ? എത്ര നാള് കൂടിയാ കാവ്യ വീട്ടിലേക്ക് വന്നത്? അവള് വന്നപ്പോ മുതല് ആ വസു കാവ്യെ വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കുക. അവൾക്ക് മാത്രം എല്ലാം അറിയൂന്നുള്ള പോലെ കാവ്യയുടെ മേൽ അധികാരം കാണിച്ചോണ്ടിരിക്കുക. വീട്ടിൽ വന്നല്ലോ എന്നുള്ള സന്തോഷം കാവ്യക്കില്ല. എന്റെ പേരക്കുട്ടി വന്നതിലുള്ള സന്തോഷം എനിക്കുമില്ല. ഹോളിയുടെ അന്ന് നടന്ന കാര്യത്തെ പറ്റിയാണോ പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നിട്ടും മനസ്സ് വേറെ എവിടെയാണല്ലോ. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, എന്റെ മനസ്സും ഇവിടെ തന്നെയുണ്ട്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? പെൺകുട്ടികളെ നേരെ വളർത്താൻ നമുക്കെന്താ അറിയില്ലേ? ആ വസുവിന് മാത്രമേ എല്ലാം അറിയൂ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ കാവ്യെ? അതെന്താ തെറ്റാ? ഓരോ തവണയും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നിക്കരുത്, ഇങ്ങനെ നിക്കരുത് എന്നൊക്കെ കണ്ടീഷൻ ഇട്ടാ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ഏട്ടാ? സത്യമാണ് ജയന്തി, വളർന്നു വരുന്ന കുട്ടികളോട് കണ്ടീഷൻസ് വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ വിട്ടുകൊടുക്കണമെന്നല്ല. അപ്പോ കാവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്തു എന്നല്ല, അവൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കെങ്കിലും ചെയ്യാമല്ലോ. അതിന് ഞാനുണ്ടല്ലോ. കാവ്യയെ പ്രസവിച്ച ഭാവന ഇവിടെയുണ്ട്. ഞങ്ങൾ നോക്കിയാ മതിയാവില്ലേ? വസു എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? വസു എന്ന് പറഞ്ഞാൽ ആരാ? കാവ്യയുടെ ചിറ്റമ്മയല്ലേ? കാവ്യയുടെ നല്ലതും ചീത്തയും നമുക്ക് പറഞ്ഞുകൂടെ? ഇപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? ഒരു ചെറിയ കാര്യത്തിന് പോലും വസുവിന്റെ മേൽ കുറ്റം ചേർത്താൻ ശ്രമിക്കരുത്. മാത്രമല്ല, വസുവിന്റെ പേര് കേട്ടാൽ തന്നെ നിനക്കിപ്പോ വലിയ ദേഷ്യമാ. ഇത് തെറ്റാണ് ജയന്തി. നാണയത്തിന്റെ ഒരു വശം ചക്രവും മറുവശത്ത് തലയുമായിരിക്കും. നമ്മൾ ഏത് വശം നോക്കുന്നോ അതാണ് നമുക്ക് ശരി. ഒരു വശം മാത്രം കണ്ടിട്ട് അതാണ് സത്യമെന്ന് നമ്മൾ കരുതരുത്. 2 വശവും നോക്കണം. ആരെ നോക്കാനാ? വസുവിനെ. അവൾ വളരെ മര്യാദയോടെ വളർന്ന കുട്ടിയാ. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു പെൺകുട്ടി എങ്ങനെ ആകണമെന്നും ആയിക്കൂടാ എന്നും അറിയുന്നവളാ അവള്. അവൾ എന്തു ചെയ്താലും അതിലൊരു സത്യമുണ്ടാവുമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ പുന്നാര മരുമകൾക്ക് നന്നായിട്ട് വക്കാലത്ത് പറയുന്നുണ്ട്. അവൾ എന്നെ പറഞ്ഞപ്പോ ഏട്ടൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മുടെ പേരക്കുട്ടിയെ പറഞ്ഞിട്ടും ഏട്ടനൊന്നുമില്ല. വസു എന്തു ചെയ്താലും അത് കാവ്യയുടെ നല്ലതിനു വേണ്ടിയായിരിക്കും. അല്ല, കാവ്യയുടെ മേൽ അധികാരം കാണിക്കുക അവള്. വന്നു വന്ന് നമ്മള് 2 ധ്രുവങ്ങളിലായിക്കൊണ്ടിരിക്കുക ജയന്തി. ഞാൻ എന്തു പറഞ്ഞാലും നീ എതിർത്ത് പറയുന്നു. ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് ആലോചിക്കുക. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാവും. ആലോചിക്കാൻ ഞാൻ. ആ വസുവിന്റെ അഹങ്കാരം എങ്ങനെ അടക്കണമെന്ന് ആലോചിക്കാൻ ഞാൻ. സാർ, എന്താ സാർ വേണ്ടേ? നിങ്ങളുടെ കടയിൽ എനിക്കെന്തെങ്കിലും ജോലി കിട്ടുമോ സാർ? എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല സാർ. ഇത് സോഫ്റ്റ്വെയർ കമ്പനിയൊന്നും അല്ല ജോലി തരാനായിട്ട്. ഒരു ചെറിയ കടയാ. ഇവിടെ എന്ത് ജോലിയാ? പോ സാറേ, പൊക്കോ.
സാർ ചായ എടുക്കട്ടെ? വേണ്ട നിയ. മോളെ വാസു, സന്തോഷായിട്ടിരിക്കുന്നു അച്ഛാ. അമ്മയ്ക്ക് സുഖാണോ? സന്തോഷമായിരിക്കുന്നു മോളെ. നിനക്ക് സുഖമാണോ മോളെ? ഉണ്ണിയും അഭിമോനും സന്തോഷമായിരിക്കുന്നു മോളെ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എന്താ ഇപ്പൊ അച്ഛൻ എന്നെ ഫോൺ ചെയ്യാറേ ഇല്ലല്ലോ? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല മോളെ. എന്നെ മറന്നുപോയല്ലേ? നിന്നെ എങ്ങനെയാ മോളെ ഞങ്ങൾ മറക്കുന്നത്? പിന്നെ എന്താ എന്നെ ഫോൺ ചെയ്യാത്തെ? അമ്മയ്ക്കിന്ന് ഫോൺ കൊടുക്കാമോ അച്ഛാ? അത് പിന്നെ ഞാനിപ്പോ പുറത്താ മോളെ. എന്താ അച്ഛന്റെ ശബ്ദം വല്ലാതിരിക്കുന്ന? ഏയ് ഒന്നുമില്ല മോളെ, ഒരു കുഴപ്പമില്ല. ഇല്ല, അച്ഛൻ എന്തോ ടെൻഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്തു പറ്റി അച്ഛാ? ഏയ് ഒന്നുമില്ല മോളെ, നന്നായിരിക്കുന്നു. ഇത്ര രാവിലെ എന്തിനാ പുറത്തു പോയേ? നടക്കാൻ ഇറങ്ങിയതാ? അതെ മോളെ, നടക്കാനായി ഇറങ്ങിയതാ. നടക്കാൻ ഇറങ്ങുമ്പോ അച്ഛന്റെ കൂടെ അമ്മയും വരാറുള്ളതല്ലേ? കാര്യം എന്താന്ന് പറയച്ചാ. നിന്നിൽ നിന്ന് ഒളിക്കാനായിട്ട് എന്താ മോളെ ഉള്ളത്? ഇപ്പൊ അച്ഛൻ കാര്യം എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. അച്ഛനോ? ഒന്ന് പറയച്ചാ. അതൊന്നുമില്ല മോളെ, നമ്മുടെ നഴ്സറി വിറ്റായിരുന്നല്ലോ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മോളെ. അതുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കാം മോളെ. അച്ഛൻ ജോലി അന്വേഷിക്കുകയാണെന്നോ? അത് വെറുതെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാ മോളെ? എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ? സത്യം പറയച്ചാ, വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ജോലി അന്വേഷിക്കുന്നതാണോ? അതോ ചിലവിന് കാശില്ലാത്തതുകൊണ്ട് ജോലി അന്വേഷിക്കുന്നതാണോ? ചെലവിനൊന്നും ഒരു പ്രശ്നമില്ല മോളെ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. പൈസ എവിടെ ഉണ്ടെന്ന് വെച്ചാ? ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് വേണ്ടി ചിലവാക്കിയില്ലേ? ഇല്ല മോളെ, എല്ലാം എങ്ങനെയാ നിനക്ക് തരുന്നത്? ഞങ്ങൾക്കും ജീവിക്കണമല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ആ നഴ്സറി വിൽക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ, ഞങ്ങൾ സന്തോഷത്തോടെയായിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം മകളല്ലായിരുന്നിട്ട് കൂടിയും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വളർന്നവളാ ഞാൻ. ഞാൻ കാരണം നിങ്ങളിപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന. നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിട്ടാ ആ നഴ്സറി വിൽക്കണ്ടെന്ന് ഞാനന്ന് പറഞ്ഞത് കേൾക്കാതെ ഇപ്പൊ ജോലിക്ക് പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? അയ്യോ മോളെ, നീ കരയുകയാണോ? വേണ്ട മോളെ, ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നത്. നീയും ഉണ്ണിയും സന്തോഷമായിരുന്ന ഞങ്ങൾക്ക് സന്തോഷമാ മോളെ. കരയാതെ മോളെ. ദേ നോക്ക്, നീ കരഞ്ഞാൽ പിന്നെ എനിക്കും കരച്ചിൽ വരും. ഞാനിപ്പോ പുറത്താണുള്ളത്. ഇവിടെ വെച്ച് കരഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കും. ഈ പ്രായത്തില് അച്ഛൻ എന്ത് ജോലി ചെയ്യുന്ന പറയുന്നേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോളെ, എന്തായിരുന്നാലും കുഴപ്പമില്ല. അച്ഛാ, ഞാൻ ഏട്ടനോട് ചോദിക്കാം. അബിയോട് ചോദിക്കാനോ? വേണ്ട മോളെ, അത് ശരിയാവില്ല. അത് കുഴപ്പമില്ല അച്ഛാ. അച്ഛന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞ അദ്ദേഹം ഉടനെ തന്നെ ഒരു ജോലി കണ്ടെത്തി തരും. അച്ഛന് ഈ ടെൻഷനൊക്കെ മാറുമല്ലോ. അഭിമോൻ എന്തെങ്കിലും വിചാരിക്കില്ലേ വസു? ഏട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല അച്ഛാ. ഏട്ടന് അച്ഛനെ ഒരുപാട് ബഹുമാനാ. ജോലി വേണോന്ന് പറഞ്ഞാൽ ആ ബഹുമാനം ഞാൻ തന്നെ കളയുന്നത് പോലെ അല്ലേ മോളെ? അതുമാത്രമല്ല, എനിക്ക് വേണ്ടി അഭിമോൻ ജോലി അന്വേഷിക്കണ്ടേ? അവൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ?
ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ. ഏട്ടന്റെ ഓഫീസിൽ തന്നെ അച്ഛന് ജോലി കിട്ടും. അത് നല്ലതല്ലേ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുമോളെ. അതൊന്നും ഒരു പ്രശ്നമല്ല അച്ഛാ. ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ അച്ഛനെ പിന്നീട് വിളിക്കാം. ഞാനിപ്പോ വെക്കട്ടെ. അച്ഛാ സൂക്ഷിക്കണേ. ശരി മോളെ. നിന്റെ അച്ഛന് നീ ജോലി വാങ്ങിക്കൊടുക്കാൻ പോവാണോ? നിനക്ക് ഞാനൊരു പണി വാങ്ങിച്ചുതരാം. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്ത് അച്ഛനെയും അമ്മയും രക്ഷിക്കണം. അവർ സന്തോഷത്തോടെ ജീവിക്കണം. കഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ അങ്ങനെ വെറുതെ വിടാൻ ആന്റി 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 എന്തു പറ്റി? ബുള്ളറ്റ് ട്രെയിൻ പോലെ ഇത്ര സ്പീഡിൽ എങ്ങോട്ടാ? എന്താ കാര്യം? അർജന്റായിട്ട് ഒരു കാര്യം നിന്റെ അമ്മായിയോട് പറയണം. എന്ത് കാര്യമാണ്? ചെവി കാണിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇവളെവിടെ? അമ്മേ, സുമ ആന്റിക്ക് അമ്മയോട് ഒരു അത്യാവശ്യ കാര്യം പറയണമെന്ന് പറഞ്ഞു. എന്താ ഏട്ടത്തി? എല്ലാം അവസാനിച്ചെടുത്തി. ഇത്രയും നാള് ഈ വീട് തലകുത്തനാവൂന്നാ ഞാൻ വിചാരിച്ചേ. ഇനി നമ്മുടെ ഓഫീസും തലകുത്തനാവാൻ പോവാ. ഏട്ടത്തി എന്താ പറഞ്ഞു വരുന്നേ? എത്ര പറഞ്ഞിട്ട് ഏടത്തിയുടെ വാക്ക് കേൾക്കാതെ, ഒരു അനുസരണ ഇല്ലാതെ ആ ബസ് പിടിവാശി കാണിച്ച് അബിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ ഉണ്ണിയെ അബിയെ കൊണ്ട് ദത്തു എടുത്ത് ഉണ്ണിയെ ഈ വീടിന്റെ അവകാശിയാക്കിയില്ലായിരുന്നോ? അതെ. ഇപ്പോ സ്വന്തം അല്ലാത്ത അച്ഛന് വേണ്ടി നമ്മുടെ ഓഫീസിലേക്ക് എൻട്രി കൊടുക്കാൻ പോവാത്രേ. ആ അങ്ങേർക്ക് വേണ്ടി ഓഫീസ് മൊത്തം എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യാ. ഏട്ടത്തി എന്താ ഈ പറയുന്നേ? മൂർത്തി അങ്കിളിന് എന്തെങ്കിലും ഒരു ജോലി വേണോ അത്രേ. അഭിയോട്ടിനോട് എങ്ങനെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ഓഫീസിൽ ഒരു ജോലി തരപ്പെടുത്താൻ വസുവേട്ടത്തിയോട് മൂർത്തി അങ്കിൾ ചോദിച്ചത്രേ. അതിന് വസു ഓക്കെയും പറഞ്ഞു എടുത്തി. ജോലി എന്ന പേരും പറഞ്ഞ് ആദ്യ ഓഫീസിൽ കയറിയിട്ട് അതിനുശേഷം പതുക്കെ ഈ വീട്ടിലേക്ക് കാല് കുത്തി ഭരിക്കാന്ന് അച്ഛനും മോളും കൂടി പ്ലാൻ ചെയ്യാ. ആദ്യം വസുവേട്ടത്തിയോടൊപ്പം ഉണ്ണി ഈ വീട്ടിലേക്ക് വന്നില്ലേ? ഇനി അങ്കിളും ആന്റിയും കൂടി ഇവിടേക്ക് വരാനുള്ള പരിപാടിയാ. ഇനി മുതൽ ഈ വീട്ടിലെ ഗസ്റ്റ് റൂം അവരുടെ പെർമനന്റ് ബെഡ്റൂമായി മാറും. അങ്ങനെ എടുത്തി ആ വസു കുറച്ചു കുറച്ചായി ഈ വീടിന്റെ അവകാശം കൈവശമാക്കുന്നേ. എല്ലാരെയും തന്റെ കൈക്കുള്ളിലാക്കാൻ നോക്കുക അവള്. എന്നാലല്ലേ അവളുടെ ഇഷ്ടത്തിന് ഇവിടെ എന്ത് വേണേലും കാണിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ. വസുവേട്ടത്തി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നതമ്മേ. ആദ്യം അഭിയേട്ടനെ അവര് സ്വന്തം ചൊൽപ്പിടിയിലാക്കി. അത് കഴിഞ്ഞ് ഭാസ്കരേട്ടന്റെ ജോലി പോകുന്നത് പോലെ ചെയ്തിട്ട് ജോലി തിരികെ വാങ്ങിക്കൊടുക്കുന്നത് പോലെ കാണിച്ചു. അങ്ങനെ ഭാവനേട്ടത്തെയും ഭാസ്കരേട്ടനെയും തന്റെ കൈക്കുള്ളിലേക്ക് ആക്കി. അച്ഛനെ ഇംപ്രസ് ചെയ്ത് അമ്മയുടെ വാക്കിന് വിലയില്ലാതാക്കി. അഖിലിന്റെ കാര്യം അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാലോ. ഏട്ടത്തി പറയുന്നത് അഖിലിന്റെ വേദവാക്യമാണ്. ഞാനാണെങ്കി പിന്നെ ഒരു മിണ്ടാപ്രാണിയാണല്ലോ. ഈ സുമാൻറ്റി എന്നെക്കാളും വളരെ കുറച്ചാ സംസാരിക്കുന്നേ. ഇപ്പൊ വസുവേട്ടത്തിയെ എതിർക്കാനായി ആരുമില്ല അമ്മേ. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? ഏട്ടത്തി തന്നെ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, എന്നിട്ട് എന്തിനാ സത്യമാണോ ചോദിക്കുന്നേ? വസു അവളുടെ അച്ഛന് ജോലി വേണമെന്നുള്ള കാര്യം അബിയോട് ചോദിക്കാൻ പോകുന്നത് സത്യമാണോ? ഞാൻ എന്തിനാ ഏട്ടത്തിയോട് കള്ളം പറയുന്നേ? വേണമെങ്കിൽ വസുവിനോട് ഇപ്പൊ തന്നെ ചോദിക്കാലോ. പക്ഷെ ഒരു കാര്യം സത്യം എടുത്തി, ആ മൂർത്തി നമ്മുടെ ഓഫീസിൽ ചേരുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ കയറുന്നത് കൺഫേം. അച്ഛനും മോളും ചേർന്ന് നമ്മുടെ തലയിൽ കയറി നിരങ്ങുന്നതും ഭരിക്കുന്നതും കൺഫേം. എവിടെയാ വസു? ഏട്ടൻ വന്നാലുടനെ അച്ഛന്റെ ജോലിക്കാര് സംസാരിക്കണം. അതെ ഏട്ടാ, ഏട്ടൻ വന്നോ? എന്താ വസു? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതെ ഏട്ടാ. എന്തു പറ്റി? അത്
ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, ചോദിക്കാനുണ്ട്. ചോദിക്കണമെന്നാണോ അതോ പറയണമെന്നാണോ? ഓ 1 മിനിറ്റ്. ഹലോ, യാ, വെരി ഗുഡ് മോർണിംഗ്. അയ്യോ, അതിനിടയ്ക്ക് എത്തിയോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങെത്താം. ഗിവ് മീ സം ടൈം. അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസിലേക്ക് പോകണം. എന്റെ ഡ്രസ് റെഡിയല്ലേ? അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതെ ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ പോകുന്നേ? ഏയ് വേണ്ട വേണ്ട, അതിനുള്ള സമയമല്ല. കോഫി മാത്രം മതി. ഏട്ടൻ റെഡിയായി ഓഫീസിൽ പോകുന്നതിന് മുൻപ് അച്ഛന്റെ ജോലിക്കാര്യത്തെ പറ്റി സംസാരിക്കണം. ഏട്ടാ, ദ കോഫി. താങ്ക് യു. നേരത്തെ എന്തോ പറയാൻ വന്നില്ലേ? അതെന്താന്ന് വെച്ചാ, വേഗം പറഞ്ഞോ. അത് പിന്നെ അത് കുട്ടികള് ഇന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞവരാണോ? ഐ എം വെരി സോറി, ഇന്ന് പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നാളെ കൊണ്ടുപോകാം. ഓക്കെ? എന്താ ഇത്? പറയേണ്ട കാര്യം പറയാതെ ഞാൻ എന്താ ഇത്? എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് വിഷമായി. നാളെ നമുക്ക് ഉറപ്പായിട്ട് പോവാം. അതൊന്നും അല്ല ഏട്ടാ. എന്റെ അച്ഛൻ യാ ഞാൻ ഇറങ്ങി കഴിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അങ്ങെത്തും. ഓക്കെ? യാ, ഷുവർ. ഫയൽസ് എല്ലാം റെഡിയാ. വസുന്ധര, ഞാൻ പോയിട്ട് വരേ. താനെന്തോ എന്നോട് പറയണമെന്ന് പറഞ്ഞല്ലോ. ഓ സോറി, എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരം വന്നോണം ചോദിക്കണം. ഓക്കെ, ബൈ. വൈകുന്നേരം ഏട്ടനോട് ചോദിച്ചേ പറ്റൂ. എന്റെ ഫോൺ കോളിന് വേണ്ടി അച്ഛൻ കാത്തിരിക്കുമായിരിക്കും.